കാട്ടാന പടയപ്പ വീണ്ടും ജനവാസ മേഖലയിലെത്തി. ദേവികുളം ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് പടയപ്പ ഇറങ്ങിയത്. വനം വകുപ്പിന്റെ നിരീക്ഷണം തുടരുന്നതിനിടെയാണ് ജനവാസ മേഖലയിൽ ആന ഇറങ്ങിയത്. മൂന്നാറിൽ നിന്നും പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ നൽകും. പ്രിൻസ്, ദിവസങ്ങളായി പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനായി ശ്രമം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ആന വീണ്ടും ജനവാസ മേഖലയിലെത്തിയത്. വിവരങ്ങൾ. പാർവതി, തുടർച്ചയായി ആനയെ നിരീക്ഷിക്കുന്നു എന്നാണ് വനം വകുപ്പ് അറിയിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആനയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷൻ ഭാഗത്തൊക്കെയുള്ള ആനയെ നിരീക്ഷണം തുടരുകയായിരുന്നു. തുടർന്ന് വനം വകുപ്പിന്റെ ഒരു പ്രഖ്യാപനം വനമേഖലയിലേക്ക് കൂടുതൽ വനമേഖലയിലേക്ക് അടുക്കും തോറും ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കുമെന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ ശ്രമങ്ങൾ തുടരുമെന്നുമായിരുന്നു വനം വകുപ്പ് അറിയിച്ചിരുന്നത്. എന്നാൽ നിലവിൽ കഴിഞ്ഞ രാത്രിയിൽ ദേശീയപാതയിലേക്ക് ആന ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. മണിക്കൂറുകളോളം ഇന്ന് പുലർച്ചെ വരെ ലാക്കാട് ടോൾ പ്ലാസയ്ക്ക് സമീപം ആന നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി വാഹനങ്ങൾ തടഞ്ഞു, സ്റ്റേജും KSRTC അടക്കം തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. മണിക്കൂറുകളോളം മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് പടയപ്പ് ഉണ്ടാക്കിയത്. എന്തായാലും വനം വകുപ്പ് കൃത്യമായി പറയുന്നുണ്ട്, ഇവിടെ നിരീക്ഷണം പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു നിരീക്ഷണം ഈ മേഖലയിൽ ഇല്ല എന്ന് തന്നെയാണ്. ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം നിരീക്ഷണം ശക്തമല്ല എന്ന് വേണം നമുക്ക് അനുഭവമായി. വീണ്ടും ജനവാസ മേഖലയിലേക്ക് പടയപ്പ് ഇറങ്ങുന്ന ഒരു സാഹചര്യം. എന്നാൽ ഡ്രോൺ അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണം താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്ന സൂചനകളും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. പാർവതി, ശരി. പടയപ്പ് വീണ്ടും ജനവാസ മേഖലയിലെത്തി. വിവരങ്ങൾ നൽകിയത് പ്രിൻസ് ജെയിംസ്.